ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് എനർജിയാണ്. അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നത്, എന്ത് തീരുമാനമാണ് അവർ നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റായി തീരുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയാം, പോസിറ്റീവായിട്ടിരിക്കുക. ഇവിടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു സമയത്ത് ഭയങ്കര ആലോചന, ചിന്തയിലാണ്, നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയിലാണ് നിങ്ങളുടെ വ്യക്തി എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട്, 8 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്, 4 ഓഫ് വാൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്, ഹെർമിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, അവർ ഭയങ്കരമായിട്ട് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയിൽ മുഴുകിയിരിക്കുകയാണ്. എന്തൊക്കെ ഇനി അവരുടെ മുമ്പിൽ സന്തോഷിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് അതൊന്നും വേണ്ട. അവരുടെ കരിയറിലൊക്കെ പുതിയ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ വരുന്ന സമയമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ തന്നെ അവർക്ക് നല്ലൊരു മാറ്റം വരുന്ന സമയമായിരിക്കാം. കുറച്ച് പേർക്ക് പ്രപ്പോസലൊക്കെ വരുന്ന ഒരു സമയമായിരിക്കാം. പക്ഷേ ഈ വ്യക്തിക്ക് അതൊന്നുമല്ല ചിന്ത. അവരുടെ ചിന്ത എന്ന് പറയുന്നത് ഏത് സമയത്തും, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അപ്പോൾ പലരുടെയും എനർജീസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ അധികം കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നതായിട്ടാണ്. അവർ ഏത് സാഹചര്യത്തിലായാലും അവർക്കിപ്പോൾ അവരുടെ മനസ്സ് മൊത്തം നിങ്ങളിൽ മാത്രമാണെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഏത് സാഹചര്യത്തിലാണോ നിങ്ങളുടെ വ്യക്തി ഉള്ളത്, പക്ഷെ അതിലൊക്കെ ഒന്നും ഫോക്കസ് കൊടുക്കാതെ അവർ നിങ്ങളിലേക്ക് തിരിയുന്നതായിട്ടാണ് കാണുന്നത്. അതിനുള്ള ആക്ഷൻ, അവർ ആലോചന കണ്ടോ, അതായത് 2 വാൺസിൻ്റെ എനർജിയാണ്. അവർ നന്നായിട്ട് ചിന്തിച്ചെടുത്ത ഒരു തീരുമാനമാണിതെന്നാണ് കാണുന്നത്. അവർക്ക് നിങ്ങളിലേക്ക് മടങ്ങി വരണം എന്നുള്ള അതിന് വേണ്ട ഒരു സ്ട്രെങ്ത്ത് അവർ മനസ്സിനെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ തന്നെ എനർജി അതിന് വേണ്ടി, അതായത് നിങ്ങളിലേക്ക് തിരിച്ച് അതിനുള്ള കണ്ടോ, ഹെർമിറ്റാണ് വന്നിരിക്കുന്നത്. അതായത് ഒറ്റയ്ക്ക് അവർ ശരിക്കും എന്താ പറയുക, അവർ നല്ലോണം കുറേ ചിന്തിച്ചെടുത്ത ഒരു തീരുമാനമാണ്. അവർക്ക് നിങ്ങളെ വേണം, നിങ്ങളെ വിട്ട് കളയാൻ സാധിക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ചിന്തിച്ച് എടുത്ത ഒരു തീരുമാനമാണ് കണ്ടോ. അതായത് 2 വാൺസിൻ്റെ എനർജിയാണ്, പിന്നെ വന്നിരിക്കുന്ന സ്ട്രെങ്ത് ആണ്. ഇതിൽ തന്നെ മനസ്സിലാവുന്നത് ഈ വ്യക്തി ഒരുപാട് ചിന്തിച്ച് എടുത്ത ഒരു തീരുമാനമാണ്. അവർക്ക് നിങ്ങളെ ഒരിക്കലും വിട്ട് കളയാനാവില്ല. നിങ്ങൾ ഏത് സാഹചര്യത്തിലായാലും ശരി, ഈ ഒരു വ്യക്തി ഏത് സാഹചര്യത്തിലായാലും ശരി, അവർക്ക് വേണം നിങ്ങളെ. അതിനുവേണ്ടി തിരിച്ചു വരുന്നു എന്നുള്ള ഒരു മെസ്സേജാണ് നമുക്ക് വന്നിരിക്കുന്നത്. അവരിപ്പോൾ അവരുടെ സിറ്റുവേഷനിൽ അവർക്കിപ്പോൾ എന്താ പറയുക, എല്ലാം ഇട്ടെറിഞ്ഞ് വരേണ്ട ഒരു ചിന്താഗതിയാണ് നിങ്ങളുടെ വ്യക്തിക്ക് എന്നാണ് കാണുന്നത്. അവർ ഈ ഒരു സമയത്ത് ചിലപ്പോൾ എബ്രോഡായിരിക്കാം, വേറെ ജോലി സ്ഥലത്തായിരിക്കാം അവരുള്ളത്. പക്ഷേ എന്ത് സാഹചര്യത്തിലായാലും അവിടെ നിന്നും അതൊക്കെ ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ഒരു മൈൻഡാണ് ഈ ഒരു സമയത്ത് അവർക്ക്. ഇപ്പോൾ നിലവിൽ അതാണ് ആൾ ചിന്തിക്കുന്നത്, അതാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരണം, എങ്ങനെ വരും എന്നൊക്കെയുള്ള ഒരു പ്ലാൻ തയ്യാറാക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് കണ്ടോ. ആൾ നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും നീക്കം ചെയ്യുന്നത് എന്നാണ് ഇവിടെ മെയിനായിട്ട് കാണുന്നത്. ഇത് തന്നെയാണ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവാം, വേറെ ഒന്നുമല്ല അവരുടെ ചിന്ത, നിങ്ങൾ മാത്രമാണെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് എടുത്തു നോക്കാം. ഫോർ ഓഫ് ഷോർട്സ് ആണ്. ഉറക്കത്തിൽ പോലും അവരുടെ ചിന്തയിൽ നിങ്ങൾ മാത്രമാണ് ഉള്ളത്. അവർക്ക് ഉറക്കം പോലും എന്താ പറയുക, ഉറക്കം വരാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. നിലവിൽ അവർക്ക് റെസ്റ്റ് എടുക്കാനോ ഒന്നിനും പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും നിങ്ങളുടെ ഈ ഒരു ചിന്താഗതിയാണ് അവർക്ക് കൂടുതലായിട്ട് വരുന്നത്. ഒന്നും റെസ്റ്റ് എടുക്കാൻ പോലും പറ്റാത്ത, ഇവിടെ കണ്ടോ ജഡ്ജ്മെൻ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിയിൽ ഒരുപാട് മാറ്റം വന്നതായിട്ടാണ് കാണുന്നത്.
കാരണം യൂണിവേഴ്സായിട്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് മാറ്റം വരുത്തി. പഴയ ആളല്ല, ഇപ്പോൾ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. നിങ്ങളുടെ വില മനസ്സിലാക്കി നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണുന്നത് കേട്ടോ. ആളിപ്പോൾ ഒരുപാട് തിരിച്ചറിവ് ആൾക്ക് ലഭിച്ചതായിട്ടാണ് കാണുന്നത്. 3 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ആൾക്കിപ്പോൾ. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ആ ഒരു സന്തോഷം, പഴയ ഒരുപാട് ആഗ്രഹിക്കുന്നു. പഴയ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ നിങ്ങൾ സന്തോഷിച്ച നിമിഷങ്ങൾ അത് വീണ്ടും തിരികെ കിട്ടാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു എന്നതാണ് കാണുന്നത്. 5 ഓഫ് വാൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു വ്യക്തിയുടെ ഒരു അഭാവത്തിലായിരിക്കണം, ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ഇതിന് പിന്നിൽ വേറെയും ചിലരുണ്ടെന്നാണ് കാണുന്നത് കേട്ടോ. ഇതിന് തടസ്സം നിൽക്കാൻ ആൾക്കാർ വേറെയും ഉണ്ട്. ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ആളുടെ മനസ്സ് തന്നെ ആയിരിക്കാം. കാരണം പലപ്പോഴും ഈ ഒരു വ്യക്തിക്ക് ഒരു തരം എന്താ പറയുക, മാനസിക വിഭ്രാന്തിയൊക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഇതിന് ചിന്ത നിങ്ങളെങ്ങനെ സ്വന്തമാക്കും, നിങ്ങളിലേക്ക് എങ്ങനെ വരും, ഇതന്നെ ഉള്ള ഒരു ചിന്താഗതിയാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ കേട്ടോ. കാരണം അവർക്ക് നിങ്ങളെ വേണം, നിങ്ങളില്ലാതെ പറ്റില്ല, ആ ഒരു മൈൻഡിൽ അത് കൂടുതലും എന്താ പറയുക, അവർക്കൊരു സമാധാനക്കേട് അതും കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് മറ്റുള്ളവരുടെ ഇടപെടലും കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ചില സാഹചര്യത്തിൽ ഫാമിലി ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വേറെയും പലരുടെയും ഇടപെടലുള്ള ഒരു ബന്ധമായിരിക്കാം. പെട്ടെന്നങ്ങ് ഒന്നിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കാം. അപ്പം അതിൻ്റേതെല്ലാം ഈ വ്യക്തി ഓർത്തെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ടെൻഷനും കാര്യങ്ങളും സ്ട്രെസ്സൊക്കെ ഈ വ്യക്തിക്ക് ഉള്ളതായിട്ടാണ് കാണുന്നത്. ഏസ് ഓഫ് ഷോർട്സ് ആണ് വന്നിരിക്കുന്നത്. പക്ഷേ എത്രയൊക്കെ ഇനി പ്രശ്നം ഉണ്ടെങ്കിലും ശരി, ആൾക്ക് നിങ്ങളെ വേണം. അതിനുള്ള തയ്യാറെടുപ്പ് എടുത്തു കഴിഞ്ഞു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഇവിടെയും സ്ട്രെങ്ത്താണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ നേടിയെടുക്കും എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. നിങ്ങൾ വേണം, നിങ്ങളില്ലാതെ മുന്നോട്ട് ആൾ പോവില്ല എന്നുള്ള ഉറപ്പിലാണ് നിങ്ങളുടെ വ്യക്തിയുള്ളത്. സെവൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളെ എന്താ പറയുക, ഈ ഒരു ഫീലിങ്സ്, അതായത് അത്രത്തോളം നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയവരായിരിക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങളില്ലാതെ ആൾക്കൊരു വിധത്തിലും ആൾക്ക് മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ല. കാരണം എല്ലാം തകർന്നൊരു അവസ്ഥയാണ്. ആളെ സംബന്ധിച്ച് എല്ലാം നഷ്ടപ്പെട്ടു പോയൊരു അവസ്ഥയിൽ കൂടിയാണ് ആളിപ്പോൾ കടന്നു പോകുന്നത്. ടു ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു തീരുമാനവും ഈ ഒരു നിങ്ങളില്ലാതെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. കാരണം നിങ്ങളുള്ളപ്പോഴാണ് ആ വ്യക്തിക്ക് എല്ലാറ്റിനും ഒരു ധൈര്യമൊക്കെ കിട്ടുന്നത്. നിങ്ങളുള്ളപ്പോഴാണ്. ഇപ്പോൾ ആളുടെ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം ഒന്നും ഒരു കണ്ണ് കിട്ടിയ അവസ്ഥയാണ്. നിങ്ങൾ നഷ്ടപ്പെടുന്നത് ആൾക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്നാണ് കാണുന്നത്. കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അത്രത്തോളം നിങ്ങളെന്ന് പറയുന്നത് ആ വ്യക്തിയുടെ എല്ലാം ആണെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. ആളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെന്നും ആളുടെ സ്വന്തം ആയിരിക്കണം. നിങ്ങളെ സ്വന്തമാക്കാൻ ഏതറ്റം വരെ പോകും എന്ന് തന്നെയാണ് കാണുന്നത്. 8 ഓഫ് ഷോർട്സ് ആണ്. ശരിക്കും നിങ്ങളുടെ ആ ഒരു നിങ്ങൾ എന്താ പറയുക, ഈ ഒരു സമയത്ത് നിങ്ങളിൽ നിന്നും ആൾക്ക് ഒരിക്കലും വിട്ടുമാറാൻ പറ്റുന്നില്ല. കാരണം ഏത് സമയത്ത് നിങ്ങളുടെ ചിന്താഗതിയാണ്. ശരിക്കും ആൾക്ക് അതിൽ നിന്ന് പുറത്ത് കിടക്കാനോ ഒന്നും പറ്റുന്നില്ല. എന്നും നിങ്ങളെന്നുള്ള ഒരു ചിന്ത മാത്രമേ നിങ്ങളുടെ വ്യക്തിക്കുള്ളൂ ഈ ഒരു സമയത്ത്. 2 കാർഡ് വന്നിട്ടുണ്ട്. ഇവിടെയും വന്നിട്ട് ഹെർമിറ്റാണ്. 8 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. തീർച്ചയായിട്ടും ആ വ്യക്തി ഒരുപാട് ചിന്തിച്ചെടുത്ത ഒരു തീരുമാനമാണ്. അവർക്ക് നിങ്ങളെ വേണം. അതിനുള്ള ശ്രമം ഈ ഒരു വ്യക്തി തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെ 8 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. തീർച്ചയായിട്ടും പെട്ടെന്ന് ഈ വ്യക്തിയുടെ ഒരു കോൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ അവരുടെ ഒരു കോൾ മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത്രയും പെട്ടെന്ന് ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു, അതിനുള്ള സമയമായി കേട്ടോ. ഈ ഒരു റീഡിങ് കാണുന്നവരുടെ ഇതെല്ലാവർക്കും ഇത് കണക്റ്റ് ആവില്ല. കുറച്ച് പേരുടെ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുന്നു, അതിനുള്ളൊരു സമയമായി എന്നുള്ള ഒരു മെസ്സേജാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വ്യക്തി എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ആക്ഷൻ എടുത്ത് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു, അതിന് അവർ തയ്യാറായി കഴിഞ്ഞു എന്നുള്ളൊരു മെസ്സേജാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇതാർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട് നമുക്ക് കുറച്ച് ക്ലോസ് എടുത്ത് നോക്കാം. റെഡ് കളർ,
കൊല്ലം, മലപ്പുറം, പാലക്കാട്. ലെറ്റർ കെ. ലെറ്റർ എ ഓഗസ്റ്റ്. സെഡ് പൂരുരുട്ടാതി. എബ്രോഡ് 44. തൃക്കേട്ട. ഡബ്ല്യു ടൈലറിംഗ്. പിങ്ക് കളർ ലോങ് ഹെയർ. ഉത്രാടം എക്സ് ആണ് വന്നിരിക്കുന്നത്. വൈ 35 ഉത്രുട്ടാതി. ബ്യൂട്ടീഷ്യൻ വൈറ്റ് കളർ. എഫ് ആണ്, ലെറ്റർ എഫ് സെപ്റ്റംബർ. ലെറ്റർ ക്യൂ 24 ഗ്രീൻ കളർ. ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും നിങ്ങളുടെ റീഡിങ്ങിനെ കുറിച്ചുള്ളത്. അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക് യു.